ഹായ് നമസ്കാരം, ഞാൻ ജോർജ് പോൾ. ട്രാവൽ ടു ആർട്ട് ആൻഡ് ഫുഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു തുർക്കി സ്റ്റൈൽ കബാബാണ് കേട്ടോ. ഡൽഹിയിലൊക്കെ ചെന്നിട്ടുണ്ടെങ്കിൽ ഡൽഹിയുടെ സ്ട്രീറ്റുകളിൽ വൈകുന്നേരം ഇത്തരം തുർക്കി കബാബ് ഭയങ്കര ഫേമസ് ആണ്, നല്ല ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഗംഭീര സാധനമാണ്. തുർക്കി കബാബ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കും ഇത് ഭയങ്കര കടുകട്ടി സാധനമാണെന്ന്. വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു സംഭവമാണ് തുർക്കി കബാബ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചിക്കനൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് കണ്ട 2 ചിക്കൻ. അപ്പോൾ നമുക്ക് വേണ്ടത് ഇത് ബോൺലെസ് ചിക്കനാണ് വേണ്ടത്. അപ്പോൾ ഈ ചിക്കൻ നമുക്ക് ഇതിൻ്റെ മാംസം മാത്രം നമുക്ക് എടുക്കാം. തുർക്കി കബാബിന് വേണ്ടത് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ബോൺലെസ് ചിക്കനാണ്. അപ്പോൾ നമുക്ക് ഈ സംഭവത്തിൻ്റെ എല്ലൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം. ആദ്യം ചിക്കൻ ഒന്ന് കട്ട് ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഈ കബാബിന് ചിറക് പോലെയുള്ള ഈ ഒരു ഏരിയ നമുക്ക് വേണ്ട. ഇതൊക്കെ വെട്ടി ദൂരെ കളയാം. ബോണിൽ നിന്ന് ചിക്കനൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ട. ഇനി ഈ പീസ് നമുക്ക് കബാബിൻ്റെ സൈസിലേക്ക് മാറ്റണം. ചിക്കൻ ഞാനിവിടെ ചെറിയ രീതിയിൽ നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് കണ്ട. ഈ ഒരു പരുവത്തിൽ എടുക്കണം കേട്ടോ നിങ്ങൾ. ഇത് കണ്ട. ഇതായിരിക്കണം അതിൻ്റെ ഒരു സൈസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ സംഭവം ഒന്ന് കഴുകിയെടുക്കാം. കഴുകാൻ വേണ്ടിയിട്ട് അകത്തുകൊണ്ടാണ് ഞാൻ കഴുകുന്നത്. അപ്പോൾ കഴുകിയിട്ട് ഞാൻ വരാം. ചിക്കൻ ഞാൻ നല്ല രീതിയിൽ കഴുകി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മസാലയൊക്കെ നമ്മളിവിടെ എടുത്തിട്ടുണ്ട്. തുർക്കി കബാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്ന് മാരിനേറ്റ് ചെയ്യണം നമുക്ക് ചിക്കൻ. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഉപ്പ് വേണം. അതുപോലെ തന്നെ ഇത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അപ്പുറത്തിരിക്കുന്നത് കുരുമുളക്, ഇത് ഇടിച്ച മുളക്, ഇത് സാജീരകമാണ്, ജീരകപ്പൊടിയാണ്. പിന്നെ നമുക്ക് വേണ്ടത് കെച്ചപ്പാണ്. പിന്നെ ഇത് തൈര്, ഈ സംഭവം കാശ്മീരി മുളക്, ചാറ്റ് മസാലയാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ ചൊക്കയാണ് കേട്ടോ, നല്ല നാടൻ കള്ള് ചൊക്കയാണ്. അതുപോലെ തന്നെ പിന്നെ നമുക്ക് വേണ്ടത് ഇത് കണ്ട ഒലിവ് ഓയിലാണ്. അപ്പോൾ ഇത്ര സാധനമാണ് നമുക്കിത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. നമുക്കിതിൻ്റെ അകത്തേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉപ്പിട്ടായിരുന്നു. ഇനി നമുക്കിത് കുരുമുളക് പൊടിയാണ്. ഈ കുരുമുളക് പൊടിയും കുറച്ചങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മുളക് പൊടിച്ചതാണ് കേട്ടോ. ഈ മുളക് ചതച്ചത്, പൊടിച്ചതല്ല ചതച്ച മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇത് സാജീരകമാണ്, അതും ഒരല്പം ഇട്ട് കൊടുക്കാം. ഇതൊരല്പം കാശ്മീരി ചില്ലിയാണ്. ഇത് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പോൾ ഇത്തിരി കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ സംഭവം ചാറ്റ് മസാലയാണ്. ചാറ്റ് മസാല എല്ലാ സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നതാണ്. അതും നമുക്കൊരല്പം ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം ചൊർക്ക് ഇട്ട് കൊടുക്കണം. ചൊർക്ക് ഒഴിക്കണം. അപ്പോൾ അധികം ചൊർക്ക് വേണ്ട, അധികം ഒഴിച്ചാൽ പുളിയായി പോകും. ഇത്രയൊക്കെ മതിയാവും. ഇതൊരല്പം തൈരാണ്. ഈ തൈരും കൂടി അങ്ങോട്ട് കുറച്ച് ഒഴിച്ചാൽ കൊടുക്കണം. ഇത് പുളിയില്ലാത്ത തൈരാണ്. അതുപോലെ തന്നെ ഇനിയാണ് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരല്പം ഒലിവ് ഓയിൽ ഒഴിക്കേണ്ടത്. ഇനി ഇതൊന്നും നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ മിക്സ് ചെയ്തതിന് ശേഷം ഒരല്പം കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. ഇത് ടൊമാറ്റോ കെച്ചപ്പാണ്. ആ കെച്ചപ്പും കൂടി അവിടെ ഇട്ട് കൊടുക്കണം. ഈ ഒരു പരുവത്തിൽ സംഭവം നിൽക്കണം കേട്ടോ. ഇനി ഇതിൻ്റെ അകത്ത് ഉപ്പോ അതുപോലെ തന്നെ പുളിയോ
എരിവോ ആവശ്യമുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. എരിവ് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾ നോക്കണം. നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അങ്ങ് ഇട്ട് കൊടുക്കണം. ഇത് കണ്ടോ, ഈ രീതിയിൽ നന്നായിട്ടുള്ള മിക്സ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് ഇതൊരു 6 മണിക്കൂർ റെസ്റ്റിന് വെക്കണം. കാരണം 6 മണിക്കൂർ ഇരിക്കുമ്പോഴാണ് ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന ഈ മസാലയൊക്കെ നല്ല രീതിയിൽ ചിക്കനിലേക്ക് പിടിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കിതൊരു 6 മണിക്കൂർ ഇരിക്കട്ടെ അങ്ങോട്ട്. അപ്പോൾ നമ്മൾ കബാബിന് വേണ്ടിയിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച സംഭവം നമ്മൾ എടുത്തിട്ടുണ്ട്. ഏതാണ്ട് ഒരു 6 മണിക്കൂറോളം നമ്മളിത് റെസ്റ്റിന് വെച്ചായിരുന്നു. ഇനി നമുക്ക് വേണ്ടത് ഇതുമാതിരി കുറച്ച് ഈർക്കിലാണ് കേട്ടോ. ഇത് കണ്ട, ഈ ഈർക്കിലെടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ പീസ് എടുക്കുക. ഇത് കണ്ട, ഇതങ്ങോട്ട് കോർത്ത് അങ്ങോട്ട് വെക്കണം. ഏതാണ്ട് ഒരു 10-12 പീസോളം നമുക്ക് ഇങ്ങനെ ഇതിനകത്തേക്ക് കോർത്ത് വെക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുത്തി വെക്കാൻ പറ്റും. അപ്പോൾ തുർക്കിയിലൊക്കെ ഇവരും ഇതുമാതിരി എന്തൊക്കെയോ ഒരു കമ്പിൻ്റെ ഒരു കഷ്ണമൊക്കെ എടുത്താണ് ഇവർ കോർക്കുന്നത്. ഈ സംഭവം ഇങ്ങനെ കോർത്തതിന് ശേഷം വീണ്ടും ഒരു ഈർക്കിൽ കുത്തി വെക്കാറുണ്ടോട്ടെ ഇതിൻ്റെ അകത്തേക്ക്. ഇത് കണ്ട, ഈർക്കിൽ വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കുത്തി അങ്ങോട്ട് കയറും. കാരണം ഏതാണ്ട് 6 മണിക്കൂറോളം ഇത് ഇരുന്നതല്ലേ. ഇത് കണ്ട, അപ്പോൾ ഈ ഒരു പരുവത്തിൽ ഈ സംഭവം കിട്ടും. നോക്കിയേ, അപ്പോൾ വീണ്ടും നമ്മൾ അടുത്തൊരു ഇറക്കിൽ എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ കുത്തി അങ്ങോട്ട് കയറ്റണം. നമ്മുടെ ചിക്കൻ ഇതുപോലെ നമ്മൾ ഇറക്കിൽ കുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, ഈ സംഭവം ഇരിക്കേണ്ടത് ഇങ്ങനെയാണ് ഇരിക്കേണ്ടത്. അപ്പം തുർക്കിയിലൊക്കെ ഇത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കബാബാണ്. ഇത് നമ്മളിപ്പോൾ ഡൽഹിയിലോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് കഴിക്കാൻ കിട്ടും. ഇനി നമ്മൾ ഇതൊരു തവയിൽ വെച്ചാണ് അവർ കബാബ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു അടപ്പും അതുപോലെ തന്നെ ഒരു തവയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ട, ഇതുപോലത്തെ ഒരു തവയാണ്, ഇങ്ങനത്തെ ഒരു തവയാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളിത് അടപ്പിലേക്ക് വെക്കണേണ്. തവ നന്നായിട്ട് ചൂടായിടുന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നതാണ്. എണ്ണയൊക്കെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഈ സംഭവം ഓരോന്ന് എടുത്ത് അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതിയെ ഇതെടുത്തൊന്ന് മറിച്ച് കൊടുക്കണം കേട്ടോ. ഇത് കണ്ടോ, സംഭവം പൊളി പരിപാടിയാണ്. സംഭവം നല്ല സെറ്റായിട്ട് വരുന്നുണ്ട്. ഇത് കണ്ടോ, പൊളിയായിട്ട് വരുന്നുണ്ട്. സംഭവം ഒരു വെറൈറ്റി തന്നെ ഉണ്ട്. കാരണം ഇതിൻ്റെ ഒരു മസാല അതുപോലെ തന്നെ ഇത് ചെയ്യുന്നൊരു രീതി ഒക്കെ തന്നെ പൊളി സംഭവമാണ്. നമ്മുടെ തുർക്കി കബാബ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ട, നല്ല അടിപൊളിയായിട്ടുണ്ട്. നോക്കിയേ, ഇത് നല്ല ജ്യൂസി ആണെന്നുള്ളതാണ്. നമുക്കിത് അങ്ങോട്ട് മാറ്റാം. പൊളിക്കും. നമ്മൾ അടുത്ത സെറ്റിനകത്തേക്ക് വെക്കണേണ്ട. ഇതിൻ്റെ മുകളിലേക്ക് ഒരു അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തുർക്കി കബാബിൻ്റെ അവസാനത്തെ ബാച്ചും ആയിട്ടാണ്. ഇത് കണ്ട, അങ്ങോട്ട് കിട്ടുന്ന സാധനമാണിത്. ഇത് നോക്കിയേ,
അപ്പോൾ നമ്മുടെ കബാബ് ഞങ്ങളൊന്ന് കഴിച്ചു നോക്കാൻ പോണെയാണ്. ഇത് കണ്ട സംഗതി ഒരു കിടുക്കൻ സാധനം ഉണ്ടാ. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് പരീക്ഷിക്കണം കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതൊരു കൗതുകമായിരിക്കും. ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ സ്വല്പം സോസൊക്കെ എടുത്തിട്ടുണ്ട്. ഒന്ന് നോക്കിയാട്ടെ. സംഗതി ഒരു ജ്യൂസിയാണോ? അതാ അബാണ്ട് എടുക്കണോ? ാ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിക്കണം കേട്ടോ. കാരണം നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇത് ഭയങ്കര രസമായിരിക്കും. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ തുർക്കിയിലെ കബാബ്? വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പട്ടക്കണൽ ഡിസ്ലൈക്ക്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക്